Praise the Lord. Praise the Lord. കർത്താവിന്റെ മാധുര്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर के मधुर नाम की महिमा हो. ഇന്ന് നിങ്ങളോട് ഒരുമിച്ച് ദൈവവചനവുമായിട്ട് നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകി തന്ന നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുകയാണ്. परमेश्वर ने आज मुझे जो मौका दिया आप सबके साथ में परमेश्वर का वचन मनन करने के लिए, इसके लिए परमेश्वर को धन्यवाद करता हूँ. ഒരു വർഷത്തിലേറെയായി നാം ഈ സൂം മീറ്റിംഗിലൂടെ ഇങ്ങനെ തുടങ്ങി ദൈവം നമ്മെ ജയോത്സവമായി ഇങ്ങനെ നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. एक साल से अधिक समय हो गया इस मीटिंग के द्वारा हम लोग इस तरह चल रहे हैं. परमेश्वर ने जय के साथ हम सबको चलाया है. 389ാമത്തെ ദിവസം എന്നാണ് എനിക്ക് അറിവാൻ കഴിഞ്ഞത് ഈ മീറ്റിംഗ് തുടങ്ങിയിട്ട്. ഇന്ന് ഈ 389ാമത്തെ ദിവസം നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷമുള്ളവനാണ്. സർവശക്തനായ ദൈവം നമ്മോട് ഇന്ന് പകൽ സംസാരിക്കേണ്ടതിനായിട്ട് വളരെ പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. 389 दिन के इस मीटिंग के द्वारा इतने दिन परमेश्वर ने हम सबको इसके द्वारा अनुग्रह किया. आज मुझे भी सौभाग्य दिया. हम बड़े ही प्रार्थना के साथ बैठे. परमेश्वर आज हम सबसे बातचीत करे. സണ്ണി പാസ്റ്ററുമായിട്ട് ഏതാണ്ട് ഒരു വർഷമായി ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട്, അതുപോലെ തന്നെ പാസ്റ്റർ ബിജു ദാനിയല്, പാസ്റ്റർ KJ മാത്യു പാസ്റ്റർ, അതേപോലെ പാസ്റ്റർ ബൈജു, ഈ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും എന്റെ വന്ദനത്തെ നിങ്ങൾ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുകയാണ്. पिछले एक साल से परमेश्वर के दास सन्नी पास्टर से मैं परिचित हूँ. देवली के मैथ्यू पास्टर, KJ मैथ्यू पास्टर जी, बाइजू पास्टर, विजय पास्टर, इन सबके साथ जुड़ने के लिए प्रभु ने मौका दिया, परिचित किया. इसलिए प्रभु को धन्यवाद करता हूँ. ഞാൻ ഈ സൂം മീറ്റിംഗിലൂടെ ഇങ്ങനെ തർജ്ജമ ചെയ്യുന്ന ഒരു മെസ്സേജ് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് എന്തെല്ലാം അപര്യാപ്തതകൾ വന്നാലും നിങ്ങൾ സാദരം ക്ഷമിക്കണമെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയും ചെയ്യുകയാണ്. पहली बात, अनुवाद के साथ में जो मीटिंग के अंदर मैं प्रचार कर रहा हूँ, इसमें होने वाली असुविधा या जो भी तकनीकी समस्या है उन सब के लिए मैं पहले से ही माफी चाहता हूँ. ഈ ഒരു വല്ലാത്ത പാൻഡമിക് കാലഘട്ടങ്ങളിൽ ഓരോ ദിവസവും ദൈവം നമ്മെ ജയോത്സവമായി നടത്തുകയാണ്. കാരണം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കോവിഡ് വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭാരതത്തിൽ പല സംസ്ഥാനങ്ങളെയും അത് വല്ലാതെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ദൈവം നമ്മെ അവിടെയായി സൂക്ഷിക്കുന്ന വിധങ്ങളെ ഓർത്താൽ നമുക്ക് എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? इस महामारी के मध्य में बड़े ही अच्छी तरह से परमेश्वर ने मुझे आपको संभाला है. आज जब देश के अनेक प्रदेशों में, राज्यों के अंदर में महामारी भयानक रूप ले रही है, उसके बावजूद भी प्रभु ने अलग अलग स्थानों में मुझे आपको संभाल के रखा है. इसलिए मैं प्रभु को धन्यवाद करता हूँ. हम प्रभु को धन्यवाद करें. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. എന്നെ ഈ മീറ്റിംഗിനായിട്ട് ക്ഷണിച്ച സണ്ണി പാസ്റ്ററോടുള്ള നന്ദിയെ അറിയിച്ചുകൊണ്ട് ഞാൻ തിരുവചനത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുകയാണ്. प्रार्थना के साथ हम इस मीटिंग में मुझे इस मीटिंग में बुलाए सन्नी पास्टर को हृदय से धन्यवाद करता हूँ. आइए परमेश्वर के वचन की ओर देखें. റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 17 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിപ്പാനായിട്ട് സമയം വേർതിരിക്കാം. रोमी की किताब 4वां अध्याय 17वीं आयत से 21वीं आयत तक हम पढ़ेंगे. जैसा लिखा है, मैंने तुझे बहुत सी जातियों का पिता ठहराया है, उस परमेश्वर के सामने जिस पर उसने विश्वास किया और जो मरे हुओं को जिलाता है और जो बातें हैं ही नहीं उनका नाम ऐसा लेता है कि मानो वे हैं. उसने निराशा में भी आशा रखकर विश्वास किया, इसलिए कि उस वचन के अनुसार कि तेरा वंश ऐसा होगा.
वह बहुत सी जातियों का पिता हो। वह जो 100 वर्ष का था, अपने मरे हुओं से शरीर और सारा के गर्भ की मरी हुई किसी दशा जानकर भी विश्वास में निर्बल ना हुआ और ना अविश्वासी होकर परमेश्वर की प्रतिज्ञा पर संदेह किया, पर विश्वास में दृढ़ होकर परमेश्वर की महिमा की और निश्चय जाना कि जिस बात की उसने प्रतिज्ञा की है वह उसे पूरा करने में भी सामर्थ है। Praise the Lord. നമ്മുടെ വായിച്ച വേദഭാഗം റോമാലേഖനത്തിൽ നിന്നാണ്. റോമാലേഖനത്തിലെ വിഷയം എന്ന് പറഞ്ഞാൽ വിശ്വാസത്താലുള്ള നീതീകരണം എന്നതാണ് റോമാലേഖനത്തിലെ വിഷയം എന്ന് നമുക്ക് അറിയാൻ തക്കൊണ്ട് കഴിയുന്നു. जो वाक्य हमने पढ़ा रोम की किताब में से पढ़ा, रोमी की किताब का विषय वस्तु जो है हम देखते हैं विश्वास के द्वारा धर्मी ठहराए जाना। അഖായിലെ കൊരിന്തിൽ വെച്ച് ഏതാണ്ട് AD 57 അപ്പോസ്തലനായ പൗലോസ് ആമെ പറഞ്ഞു കൊടുക്കുകയും തെർത്തോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ലേഖനം എഴുതി എന്നാണ് നമുക്ക് ഈ ലേഖനം വായിക്കുമ്പോൾ കാണുന്നത്. तुर्कियों के एक जगह के अंदर में AD 57 के अंदर में हम देखते हैं पौलुस इस बात को कहता है और तरतुस इस बात को इस रोमी किताब में लिखता है। വിശ്വാസത്തെ കുറിച്ച് വളരെ ശക്തമായിട്ട് പറയുന്ന വേദഭാഗങ്ങൾ ഈ റോമ ലേഖനത്തിൽ നമുക്ക് കാണാൻ തൊക്കെ കഴിയുന്നു. विश्वास की बहुत ही महत्वपूर्ण बातों को रोमी की किताब में हम देखते हैं। വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരുടെ പ്രായോഗിക ജീവിതത്തെ കുറിച്ച്, അതേപോലെ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടവരുടെ പുതിയ ജീവിതത്തെ കുറിച്ച്, വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് ഒക്കെ ഈ പുസ്തകത്തിൽ നമുക്ക് വായിപ്പാൻ തക്കോണം കഴിയുന്നു. विश्वास के द्वारा धर्मी ठहराया जाना, उसके बाद में विश्वास के द्वारा धर्मी ठहराए जाने के द्वारा जीवन के अंदर में अमल करने की बातों को इन रोमी की किताब के इन अध्याय के अंदर हम देखते हैं। നാം വായിച്ച വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരികയാണെങ്കിൽ അതിന്റെ 18-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ തക്കോണം കഴിയുന്നു. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. उसके रोमी किताब 4 के 18 आयत में इस तरह लिखा है, उसने निराशा में भी आस्था रखकर विश्वास किया, इसलिए कि उस वचन के अनुसार तेरा वंश ऐसा होगा वो बहुत सी जातियों का पिता हो। ആശയ്ക്ക് യാതൊരു വകയും ഇല്ലാതിരിക്കുമ്പോഴും, ആശയ്ക്ക് വിരോധമായി നിൽക്കുമ്പോഴും ആശയോടെ വിശ്വസിക്കാൻ തയ്യാറാകുന്ന ഒരു പൂർവ്വ പിതാവിനെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ തൊക്കെ കഴിയുന്നു. आशा के लिए कोई भी बात वह नहीं है, आशा के विपरीत हर एक बात है, लेकिन उसके बावजूद भी आशा रख के जीने वाला हमारा एक मूल पिता है जिसके बारे में हमने पढ़ा है। അവിടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞ് ആശയോടെ വിശ്വസിച്ചു. वाइसराय लिखा आशा के साथ उसने विश्वास किया। അത് POC ബൈബിളിൽ പറയുന്നത് പ്രതീക്ഷയോടെ വിശ്വസിച്ചു എന്നാണ്. POC बाइबल लिखा है कि उसने जीवन में आशा रख के विश्वास किया। അസാധ്യമാണ് എന്നാലും വിശ്വസിക്കാൻ തയ്യാറാവുകയാ. असंभव है, असाध्य है, लेकिन फिर भी विश्वास करने को वो तैयार है। ഏലിയാവ് ഏലീശയോട് പറയുന്നുണ്ട്, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുകയാണെങ്കിൽ നീ പറഞ്ഞത് നിനക്ക് സംഭവിപ്പാനിടയായി തീരും. एलिया ने एलीशा से कहा, मैं जब उठा लिया जाऊंगा, अगर तू मुझे देख लेगा, जो तूने कहा है वो तेरे लिए हो जाएगा। 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നിനക്ക് എന്റെ മേലുള്ള ശക്തിയുടെ ഇരട്ടി പങ്ക് ലഭിക്കും, അല്ലെങ്കിൽ നീ ഞാൻ എടുക്കപ്പെടുന്ന കണ്ടില്ല എങ്കിൽ നിനക്ക് ലഭിക്കയില്ല. दूसरा राजा 2 अध्याय के 10वीं आयत में इस तरह एलिया ने कहा, तूने मांगा कठिन है, लेकिन मेरे उठा ले जाने को देख लेगा तो तू ऐसा पाएगा, नहीं तो तेरे लिए नहीं हो पाएगा।
നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്, എങ്കിലും നീ ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിനക്കത് ലഭിക്കുക തന്നെ ചെയ്യും. जो तूने मांगा है वो कठिन है, लेकिन फिर भी यदि तू मुझे देख लेगा तो वो तेरे लिए हो जाएगा. അബ്രഹാമിനോട് ചോദിക്കുകയാണെങ്കിൽ അബ്രഹാമിന് പറയാനുള്ളത് ആശയറ്റതാണ്, എങ്കിലും ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാ. ദൈവം തന്റെ സമയത്ത് താൻ വിശ്വസിച്ച കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. अब्राहम से अगर पूछे तो अब्राहम कहेगा आज तक समाप्त हो चुकी है, लेकिन फिर भी मैं विश्वास करता हूँ प्रभु ने जो कहा है वो अपने समय में वो चीज प्रकट जरूर होगा. हालेलुया. ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവന്റെ സമയത്ത് പുറത്ത് കൊണ്ടുവരും എന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. तो प्रभु ने मुझसे आपसे कहा है समय आने पर परमेश्वर उसको प्रकट करेगा. ऐसा मेरा आप विश्वास करते हैं, ऐसे विश्वासियों के लिए प्रभु को धन्यवाद करता हूँ. എന്റെ ദൈവം അത് സാധിപ്പിച്ച് തരും, അതിന് യാതൊരു സംശയവുമില്ല. കാരണം എന്നോട് വാക്കു പറഞ്ഞിരിക്കുന്നത് എന്റെ ദൈവമാണ്. അവൻ അഖിലാണ്ടത്തിന്റെ ഉടയവനാണ്, അവൻ വാക്കുമാറാത്ത ദൈവമാണ്. उसने मुझसे कहा, इसलिए मैं विश्वास करता हूँ वो मेरे लिए जरूर कहेगा, क्योंकि वो सर्व ज्ञानी परमेश्वर है. भूमंडल को बनाने वाला उसने जो मुझसे बोला है वो पूरा करने के लिए सामर्थ्य है. അബ്രഹാം ആശയോടെ വിശ്വസിക്കുകയാ. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഉണ്ട്, എങ്കിലും തന്നോട് പറഞ്ഞത് ആരാണ് എന്ന ഉറപ്പ് തനിക്കുണ്ടായിരുന്നു. अब्राहम के जीवन में आशा थी, क्योंकि उसको मालूम था उससे जिसने कहा है वो कौन है, इसलिए उसने आशा के साथ उस पर विश्वास किया. ആശയറ്റതാണ്, എങ്കിലും നീ പ്രതീക്ഷയോടെ കാത്തിരിക്ക തയ്യാറാകാൻ ദൈവത്തിന്റെ സമയത്ത് അത് വരിക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലവും ഞാൻ ഓർപ്പിപ്പാനുള്ളത് അത് തന്നെയാണ്. എന്റെ ദൈവത്തിന്റെ സമയത്ത് എന്നെ ദൈവം ചെയ്യുക തന്നെ ചെയ്യും. आशा का तो हो सकता है, लेकिन मेरा आप अगर इंतजार करेंगे तो मैं आपसे कहना चाहता हूँ मेरा और आपका परमेश्वर समय आने पे उसे पूरा करेगा. हालेलुया. ഒന്നാമത് നാം ചിന്തിച്ചത് ആശയോടെ വിശ്വസിച്ചു. രണ്ടാമത് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ 19-ാം വാക്യത്തിന്റെ ആ ബി പാർട്ടിൽ ഇങ്ങനെ കാണുന്നു, വിശ്വാസത്തിൽ താൻ ക്ഷീണിച്ചില്ല. हमने पहली बार देखा कि आशा के साथ उसने विश्वास किया. 19वीं आयत में इस तरह देखते हैं कि वो विश्वास में निर्बल ना हुआ. POC ബൈബിളിൽ കാത്തലിക് സഹോദരങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ പറയുന്നത് വിശ്വാസത്തിൽ ദുർബലമായി പോയില്ല എന്ന പദമാണ്. कैथोलिक जो बाइबल इस्तेमाल करते हैं उसमें इसको लिखा है कि वो विश्वास में दुर्लभ नहीं हुआ, कमजोर नहीं हुआ. നാളുകൾ കടന്നുപോയിട്ടും താൻ വിശ്വസിക്കുകയാണ്, താൻ ക്ഷീണിച്ചു പോയില്ല. കാരണം ക്ഷീണം വരാമായിരുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്, എങ്കിലും താൻ എന്ത് ചെയ്തില്ല, ക്ഷീണിച്ചു പോകുന്നില്ല. കാരണം പറഞ്ഞത് ദൈവമാണ്, അതിനാൽ അത് സംഭവിക്ക തന്നെ ചെയ്യുമെന്ന് താൻ വിശ്വസിക്കാൻ തയ്യാറായി. उसके जीवन के अंदर समय बहुत बीत चुका था, लेकिन फिर भी वो कमजोर नहीं हुआ, क्योंकि उसने विश्वास किस पे किया? वो जानता था जिसने उसे कहा है वो कौन है, इसलिए उसने विश्वास किया. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളിൽ വായിക്കുമ്പോൾ തന്റെ ഒരു സ്നേഹിതൻ തന്റെ അടുക്കൽ വരുന്ന ഒരു ആവശ്യവുമായി കടന്നു വരുന്ന ഒരു രംഗം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. लूका रचित सुसमाचार 11वें अध्याय में 5 से लेके आगे की आयत हम देखते हैं कि एक व्यक्ति का मित्र अपनी आवश्यकताओं के साथ
उसके पास आधी रात में आता है। തന്റെ സ്നേഹിതന്റെ അടുക്കൽ അപ്പമുണ്ട് എന്നറിഞ്ഞ സ്നേഹിതന്റെ ആവശ്യക്കാരൻ പറയുന്നു, എനിക്ക് 3 അപ്പം വായ്പ തരണം. उसको मालूम था कि उसके मित्र के पास रोटियां है, इसलिए वो आधी रात को आके कहता है, हे मेरे मित्र, मुझे 3 रोटियां देना. അർദ്ധരാത്രിയാണ്, സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമായ അവസ്ഥയിലല്ല. പാതിരാത്രിക്ക് താൻ കടന്നു എന്ന് ചോദിക്കുകയാണ്, എന്റെ ഒരു സ്നേഹിതൻ എന്റെ ഭവനത്തിൽ വന്നിട്ടുണ്ട്, അവന് ഭക്ഷിപ്പാൻ കൊടുക്കുവാൻ നീ എനിക്ക് 3 അപ്പം വായ്പ തന്നേ മതിയാകുള്ളൂ. आधी रात का समय सही नहीं है, फिर भी वो अपने मित्र के पास जाके कहता है, मेरा एक मित्र यात्री आया है, उसके सामने रखने के लिए मेरे पास कुछ नहीं है, इसलिए तू कृपा करके 3 रोटियां मुझे दे दे. എന്നാൽ ആ സ്നേഹിതൻ, മുറിക്കകത്തായി ഇരിക്കുന്ന സ്നേഹിതൻ പറയുക, അവൻ 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 1, എന്നെ പ്രയാസപ്പെടുത്തരുത്. 2, കതക് അടച്ചിരിക്കുകയാണ്. 3, പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുകയാണ്. लेकिन हम देखते हैं कि वो मित्र कहता है कि अब ये समय ठीक नहीं है, क्योंकि मैं द्वार खोल के नहीं आ सकता हूँ, मेरे बच्चे भी मेरे बिछोरी में मेरे साथ सो रहे हैं, इसलिए मैं तुझे नहीं दे सकता. ഈ കാരണങ്ങൾ പറഞ്ഞ് വന്ന സ്നേഹിതനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാ. ഇല്ല, കഥ കടച്ചിരിക്കുന്നു, എന്റെ കുഞ്ഞുങ്ങൾ എന്റെ കൂടെ കിടക്കുകയാണ്, എനിക്ക് എഴുന്നേറ്റ് വരാൻ കഴിയുകയില്ല എന്നൊക്കെ പറഞ്ഞ് ആമേൻ തന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരവസ്ഥ കാണാൻ കഴിയുന്നു. लेकिन हम देखते हैं कि वो व्यक्ति किसी न किसी इस मित्र को अपने घर से चले जाने के लिए बहुत सी बातें कहता है. अभी रात हो चुकी है, मेरे बच्चे सो रहे हैं, इसलिए मैं अब तुझे नहीं दे सकता हूँ. कारण एक ही है, वो किसी न किसी तरह इसको यहाँ से चले जाने के लिए कहता है. എന്നാൽ ആവശ്യക്കാരന് തന്റെ സ്നേഹിതനിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടായതുകൊണ്ട് അവൻ മുട്ടിക്കൊണ്ടേയിരിക്കുകയാ. എനിക്ക് ലഭിക്കുന്നത് വരെയും ഞാൻ മുട്ടും എന്ന തീരുമാനത്തോടെ അവൻ മുട്ടിക്കൊണ്ടിരിക്കുകയാ. लेकिन ये मित्र जो है विश्वास करता है कि मुझे मिलेगा, इसलिए वो कितनी भी स्थिति अनुकूल ना तब भी उस विश्वास के साथ कि जब तक मुझे नहीं देगा मैं नहीं जाऊंगा, वो खटखटाता रहता है. അവൻ എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം അവന് കൊടുക്കണം. അവൻ അവിടെ നമ്മൾ കാണാൻ കഴിയുന്നു, അവൻ വേണ്ടുന്നിടത്തോളം അവന് കൊടുത്തു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. हम यहाँ देखते हैं इस कारण उसे जितनी आवश्यकता थी उतना उसने उठकर उसको दे दिया. കാരണം അവൻ അറിയാം, എന്റെ സ്നേഹിതരിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, അതിനാൽ ഞാൻ മുട്ടിക്കൊണ്ടിരിക്കുക. കാരണം എനിക്ക് അവൻ തരിക തന്നെ ചെയ്യും, അവൻ എന്റെ സ്നേഹിതനാണ്. क्योंकि उसको मालूम था कि ये मेरा मित्र है, ये मुझे जरूर देगा, यहाँ से मुझे मिलेगा, इसलिए जब तक वो मिलता नहीं है तब तक वो खटखटाता रहता है. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ദൈവാത്മാവിനാൽ ഓർപ്പിക്കട്ടെ, ആമേൻ, നീ ക്ഷീണിച്ചു പോകാതെ ദൈവസന്നിധിയിൽ മുട്ടുവാൻ തയ്യാറായാൽ നിന്റെ വിഷയങ്ങളെ അറിഞ്ഞ് ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവ ശക്തനായ ദൈവമാണ്. ഇന്ന് പകൽ നീ വിശ്വസിക്കാൻ തയ്യാറായിക്കോ. आज रात को मैं आपसे कहना चाहता हूँ कि आप अपनी आवश्यकताओं को लेके प्रभु के पास जाते हैं, खटखटाते हैं. निश्चित ही वो हमारा परमेश्वर जो इतना सामर्थ्य हमारे लिए कार्य करने के लिए आज भी सामर्थ्य परमेश्वर है. സാഹചര്യങ്ങൾ ഒന്നും അനുകൂലമല്ലായിരിക്കാം, എല്ലാം പ്രതികൂലമായിരിക്കാം, എല്ലാം ആമേൻ നിനക്ക് എതിരായി നിൽക്കുന്ന അവസ്ഥയായിരിക്കാം. എങ്കിലും ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിനാൽ ഞാൻ ഓർപ്പിക്കുന്നു, പ്രാർത്ഥന കൈവിടാതെ മുട്ടുവാൻ തയ്യാറാകുന്ന തന്റെ ഭക്തന് വേണ്ടി എന്റെ ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണ്. मैं कहना चाहता हूँ कि स्थिति हमारे अनुकूल नहीं है,
स्थिति हमारे किसी भी कारण हमारे लिए सही नहीं है, लेकिन अगर मेरा पदर प्राप्त के साथ घुटने टेक के प्रभु से मांगने के लिए तैयार है, हमारा परमेश्वर हमें देने के लिए तैयार है। हालेलुया। സാറായിയുടെ ശരീരത്തിന്റെ നിർജീവത്വം അറിഞ്ഞിട്ടും വാഗ്ദത്തം കിട്ടിയിട്ട് നാളുകളേറെ ആയാലും കാത്തിരിക്കുന്ന അബ്രഹാമിന് വേണ്ടി ദൈവം പ്രവർത്തിപ്പാനായി ഇറങ്ങി വരാൻ പോകുകയാണ്. सारा का शरीर एक बच्चे को जन्म देने के लिए अनुकूल नहीं था, लेकिन अब्राहम का विश्वास था, जिसने कहा है वो पूरा करेगा, इसलिए उस विश्वास के साथ में स्थिति अनुकूल नहीं थी, फिर भी अब्राहम ने विश्वास किया। हालेलुया। നിന്റെ രോഗത്തിന്റെ അവസ്ഥ നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ടായിരിക്കാം. നിന്റെ വിഷയങ്ങളുടെ പ്രശ്നത്തിന്റെ ആഴങ്ങൾ നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം നിന്റെ മുട്ടല് കേട്ട്, നിന്റെ അപേക്ഷ കേട്ട് നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങി വരുന്നതോർത്ത് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാൻ ഇടയാകട്ടെ. आपके जीवन का रोग बहुत ही भयानक हो सकता है, आपकी स्थिति अनुकूल नहीं हो सकता है, लेकिन मैं कहना चाहता हूँ, मेरा घुटने रख के प्रार्थना करेंगे हमारे लिए आज भी स्वर खोल के परमेश्वर कार्य करने के लिए सामर्थ्य है। हालेलुया। എന്റെ ദൈവം എന്തെങ്കിലും നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നാളുകൾ നീണ്ടുപോയി എന്നോർത്തുകൊണ്ട്, അതിന് നീളം വർദ്ധിച്ചെന്നോർത്തുകൊണ്ട് നീ ഭാരപ്പെടണ്ട. നീ കാത്തിരിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി നീ മറന്നുപോയാലും മറക്കാതെ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ എന്റെ ദൈവ ശക്തനാണ്. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आपके जीवन में अगर प्रभु ने कोई वादा किया है, समय बहुत बीत चुका होगा, सालों बीत चुके होंगे, लेकिन जीवन यात्रा में याद रखना, मेरा विश्वास के साथ प्रार्थना कर रहे तो निश्चित ही आज भी मेरे रात के लिए उसे पूरा करने के लिए हमारा परमेश्वर सामर्थ्य परमेश्वर है। ദൈവം വാഗ്ദത്തം ചെയ്തതാണോ അത് നിവർത്തിക്ക തന്നെ ചെയ്യും. കാരണം ദൈവം അതിനായി ജാഗരിച്ചും കൊണ്ടേ ഇരിക്കുക. നീ കാത്തിരിക്കാൻ തയ്യാറായിക്കോ. प्रभु ने वादा किया है तो निश्चित ही परमेश्वर उसे पूरा करेगा। मेरा आप उसका इंतजार करे, प्रार्थना करे, वो हमारे लिए करने को सामर्थ्य। പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഈ പാൻഡമിക് കാലഘട്ടങ്ങളിൽ നീ ക്ഷീണിച്ചു പോകരുത്, വിശ്വാസത്തിൽ തളർന്നു പോകരുത്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിനെ ഞാൻ വിളിച്ചു പറയുന്നു, എന്റെ ദൈവം ഒരു കാര്യം നിന്നോട് പറഞ്ഞാൽ അത് നിവർത്തിക്കാൻ എന്റെ ദൈവം ജാഗരിച്ചു കൊണ്ടിരിക്കുകയാണ്. आज के इस महारोग के समय में भी मैं आपसे कहना चाहता हूँ, प्रभु ने अगर कोई वादा हमसे किया तो आज भी इस स्थिति में भी हमारे लिए वो करेगा, निश्चित ही करेगा। हालेलुया। വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. മനുഷ്യന്റെ വാക്കുകൾക്ക് മാറ്റമുണ്ടാകും. കുഞ്ഞെ, നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞവരെല്ലാവരും മാറിപ്പോകും. എങ്കിലും ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം, എന്റെ ദൈവമാണ് വാഗ്ദത്തം ചെയ്തതെങ്കിൽ എന്റെ ദൈവം മാറിപ്പോകില്ല. നാളുകൾ എത്ര കടന്നു പോയാലും എന്റെ ദൈവം അതിനായി ജാഗരിച്ചു കൊണ്ടിരിക്കുകയാണ്. मेरा और आपका परमेश्वर जिसने वादा किया उसे पूरा करने के लिए आज भी विश्वास योग्य है। मनुष्य वादा करके भूल सकता है, मनुष्य त्याग सकता है, लेकिन मेरा और आपका परमेश्वर आज भी जिसने वादा किया कभी भी भूलेगा नहीं, कभी भी त्यागेगा नहीं। हमारे लिए आज भी करने का वो सामर्थ्य। हालेलुया। എന്നോട് ദൈവം പറഞ്ഞിട്ട് നാളുകൾ ഒത്തിരിയായി ഞാൻ അതിനായി കാത്തിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് മറുപടിയില്ലല്ലോ. എന്താണ് കർത്താവേ ഇതെന്ന് ചോദിച്ചുകൊണ്ട് നെടുവീർപ്പോടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ അവരോടുള്ള ദൈവത്തിന്റെ ആലോചനയായി ഞാൻ വിളിച്ചു പറയുന്നു, സ്തോത്രം. എന്റെ ദൈവം വാക്കുമാറുന്ന ദൈവമല്ല, അവൻ വാക്കുമാറാൻ മനുഷ്യനല്ല. मैं आपसे कहना चाहता हूँ कि हो सकता है कि आपसे वादा किया हुआ आज भी पूरा नहीं हुआ है। आप हो सकता प्रभु से पूछ रहे होंगे, लेकिन मैं आपसे कहना चाहता हूँ हमारा परमेश्वर कहने के बाद में इनकार करने वाला परमेश्वर नहीं है। हमारा परमेश्वर से पूरा करने वाला परमेश्वर है। आप इंतजार
ഒന്നാമതായിട്ട് നാം ചിന്തിച്ചു ആശയോടെ വിശ്വസിച്ചു. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു വിശ്വാസത്തിൽ താൻ ക്ഷീണിച്ചു പോയില്ല. पहला हमने देखा उसने आस्था के साथ विश्वास किया। दूसरा हमने देखा वो विश्वास में निर्बल नहीं हुआ, कमजोर नहीं हुआ। അബ്രഹാമിന്റെയും സാറയുടെയും ശരീരത്തിന്റെ നിർജീവം അവർക്ക് മനസ്സിലാകും. ആമേൻ. എന്നാലും അവർ എന്ത് ചെയ്തു? ആശയോടെ വിശ്വസിച്ചു. അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാൻ അവർ തയ്യാറായില്ല. കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം ആമേൻ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്താൻ ശക്തനാണെന്ന് അവർ മനസ്സിലാക്കി. अब्राहम और सारा का शरीर जो है, जो वादा किया आज उसके अनुकूल नहीं है, कमजोर है, लेकिन उन्होंने कोई संदेह नहीं किया, क्योंकि उनको मालूम है कि जिसने वादा किया कौन है। वो परमेश्वर शून्य अवस्था में भी हमारे लिए कार्य करने वाला सामर्थ्य परमेश्वर है। हालेलुया। നാളുകൾ കടന്നു പോകുന്നതിനാൽ ജീവിതത്തിൽ ക്ഷീണം സംഭവിച്ചെങ്കിൽ, പ്രത്യാശ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ, വിശ്വാസം കുറഞ്ഞു വരുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇന്ന് പകൽ രാത്രി അതിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് ആമേ മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മെ ബുദ്ധി ഉപദേശിക്കുക. इन यात्रा में हो सकता है कि जो हम मांग रहे 6 सालों से नहीं मिल पाया है, विश्वास से हमने आज तक खो दिया है। मैं आपसे कहता हूँ आज इस संदेश के द्वारा आप लौट कर आइए, उस निराशा की बातों को गुड बाय कह के विश्वास में लौट कर आइए। ഞാൻ എന്റെ മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അതിന്റെ 20ാമത്തെ വാക്യം. तीसरी महत्वपूर्ण विषय में मैं आना चाहता हूँ, उसकी 20वीं आयत। ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. और ना अविश्वासी होकर परमेश्वर की प्रतिज्ञा पे संदेह किया, पर विश्वास पे दृढ़ होकर परमेश्वर की महिमा की। കത്തോലിക്ക POC ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്: വാഗ്ദാനത്തിനെതിരായി താൻ ചിന്തിച്ചു പോലുമില്ലെന്ന്. कैथोलिक POC बाइबल में इस तरह लिखा है कि प्रतिज्ञा के खिलाफ कोई बात उसने सोचा भी नहीं। സംശയം ഉളവാകാം, തളർന്നു പോകാം, പതറിപ്പോകാവുന്ന അനുഭവങ്ങളൊക്കെ വരും. അയ്യോ, ഞാൻ ചെയ്തത് തെറ്റായി പോയോ? ഞാൻ ഇറങ്ങിയത് തെറ്റാണോ? ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്തത് തെറ്റായി പോയോ? ഞാൻ ഇറങ്ങി വന്നത് പരാജയത്തിലേക്കാണോ? സംശയങ്ങൾ ജീവിതത്തിൽ വരാം. संदेह हमारे दिन में आ सकता है। हमने जो विश्वास के साथ कदमों को रखा, नौकरी छोड़ के हम प्रभु आपकी सेवा के लिए, बहुत कुछ हमने विश्वास करके सब छोड़ के आगे, लेकिन जब जीवन में आज वो पूरा होता नहीं है, संदेश आना स्वाभाविक है। അബ്രഹാമും തന്റെ ഏകജാതനായ മകനും മോറിയ മലയിലേക്ക് താൻ കടന്നു പോകുമ്പോൾ ഇസ്ഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ? हम देखते हैं कि अब्राहम और इसहाक मोरिया पहाड़ पे प्रभु ने जैसे कहा बलिदान करने के लिए जा रहे हैं। हम देखते हैं कि यात्रा के कुछ समय के बाद इसहाक अब्राहम से पूछता है, मेरे पिताजी, बलि चढ़ाने के लिए वहां पे बलि चढ़ाने के लिए लकड़ी है, छुरी है, आग है, लेकिन बेड़ कहाँ है? അബ്രഹാമിന് പറയുവാനുള്ളത്, തന്റെ കൂടെ ആട്ടിൻകുട്ടി ഇല്ല, താൻ ഒരു മൃഗത്തെ കൊണ്ടുപോകുന്നില്ല, തന്റെ മകനാണ് യാഗത്തിനുള്ള മൃഗം എന്നുള്ളത് അബ്രഹാമിന് നന്നായി അറിയാം. എങ്കിലും അബ്രഹാം പറയുകയാണ്, മകനെ, ദൈവം
കരുതിക്കൊള്ളും. हम यहाँ देखते हैं कि अब्राहम को मालूम है कि भेड़ चढ़ाने के लिए भेड़ और कोई नहीं, इसहाक स्वयं है। लेकिन अपने पुत्र के सवाल के ऊपर में अब्राहम जवाब देता है, ये मेरे पुत्र, परमेश्वर होम बलि की भेड़ का उपाय आप ही करेगा। ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ബാല്യക്കാരോട് അബ്രഹാം പറയുക, ഞാനും മകനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. अब उत्पत्ति 22 अध्याय के 5वीं आयत में अब्राहम अपने दासों से, सेवकों से कहता है, गधे के पास यहीं ठहरे रहो, ये लड़का और मैं वहां जाकर दंडवत करके तुम्हारे पास लौट आएंगे। താൻ അല്പം പോലും സംശയിച്ചില്ല. കരുതും എന്നത് പൂർണ്ണമായി അവൻ വിശ്വസിക്കുക. കാരണം എന്നോട് അരുളി ചെയ്ത ദൈവം വിശ്വസ്തനായ ദൈവമാണ്. अब्राहम तनिक भी संदेह नहीं करता है। उसे मालूम था कि होम बलि के लिए भेड़ का उपाय परमेश्वर स्वयं करेगा, क्योंकि जिसने मुझसे कहा है वो എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. विश्वास आशा की वस्तु का निश्चय, अनदेखी वस्तुओं का प्रमाण है। हालेलुया। അബ്രഹാം ആട്ടിൻകുട്ടിയെ കണ്ടില്ല, എന്നാൽ തന്നോട് അരുളി ചെയ്തവനെ താൻ കാണുവാൻ ഇടയായി തീർന്നു. अब्राहम ने बलि के लिए भेड़ को नहीं देखा, जिसने उससे कहा उसके वाक्य पे अब्राहम ने विश्वास किया। അവൻ ദൈവത്തെ കണ്ടു. എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും എന്നവൻ ഉറച്ച് വിശ്വസിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. अपने परमेश्वर को देखा, मेरा परमेश्वर जिससे मैं विश्वास करता हूँ वो मेरे लिए पूरा करेगा। അസാധ്യതകളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ അബ്രഹാം കണ്ടെത്തി. കാരണം എന്നോട് വാഗ്ദത്തം ചെയ്ത് എനിക്ക് എന്റെ ഈ പ്രായത്തിൽ എനിക്ക് തലമുറയെ തരാൻ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ എന്റെ കുഞ്ഞിന് വേണ്ടി കരുതാൻ ദൈവം വിശ്വസ്തനെന്ന് അബ്രഹാം വിശ്വസിക്കാൻ തയ്യാറായി. अब्राहम विश्वास करने के लिए तैयार हो गया। मेरा परमेश्वर स्तंभों पर स्तंभ करने वाला है। जहाँ मुझे संतान नहीं हो सकती थी वहां प्रभु ने मेरे लिए संतान दिया है, तो यहाँ भी मेरे लिए मेरा परमेश्वर निश्चित ही कार्य करेगा। हालेलुया। ഒന്നും കാണാതെ താൻ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വസിക്കുക. എന്റെ ദൈവം കരുതിക്കൊള്ളും, ഞാനും മകനും അവിടത്തോളം പോയി ആരാധന കഴിച്ചു മടങ്ങി വരാം. ആമേൻ. ഞാൻ ഒറ്റയ്ക്ക് വരുമെന്നല്ല പറയുന്നത്, ഞങ്ങൾ അവിടത്തോളം പോയി ആരാധന കഴിച്ചു മടങ്ങി വരാം. अब्राहम ने विश्वास किया। क्या था उसका विश्वास? मैं और मेरा बेटा होम बलि करके, बलिदान करके, दंडवत करके, आराधना करके दोनों निश्चित लौट के आएंगे। अकेला नहीं, हम दोनों लौट कर आएंगे। हालेलुया। സംശയിക്കേണ്ട, ഇന്ന് രാത്രിയിലും ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. ഇല്ലായ്മയിൽ നിന്ന് ആമേ സകലത്തെയും വിളിച്ചു വരുത്താൻ കഴിവുള്ളവന് ആമേ ഇന്ന് രാത്രിയിലും പ്രവർത്തിക്കാൻ കഴിയും. നിന്റെ ജീവിതത്തിന്റെ വിഷയം അറിഞ്ഞ്, നിന്റെ കുടുംബത്തിന്റെ സാഹചര്യം മനസ്സിലാക്കി നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം ഇന്ന് രാത്രി മതിയായ ദൈവമതിയാ. ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. धन्यवाद करता मेरे और आपके लिए आज भी मेरा परमेश्वर करने के सामर्थ्य है। शून्य अवस्था में मेरे लिए, मेरे और आपकी आवश्यकता के अनुसार कार्य करने के लिए आज भी वो सामर्थ्य परमेश्वर है। आप विश्वास करें, इसलिए प्रभु को धन्यवाद करता हूँ। സംശയിക്കേണ്ട, വിശ്വാസത്തിന്റെ കുഴികൾ വെട്ടുവാൻ ആമേൻ നീ തയ്യാറായിക്കൊള്ളൂ. നിനക്ക് വേണ്ടി എന്റെ ദൈവം അത്ഭുതത്തിന്റെ ആമേൻ വഴിത്താരകൾ വെട്ടി തുറക്കാൻ പോകുകയാണ്. आप तनिक भी संदेह न करें, विश्वास के साथ हम गड्ढों को खोदे। हमारा परमेश्वर उन बातों को पूरा करने के लिए आज भी तैयार है। हालेलुया।
രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും ഉണ്ടാകില്ല, എങ്കിലും നിങ്ങൾ ഈ താഴ്വരയിൽ കുഴികൾ വെട്ടുവീൻ, ഞാൻ ഈ കുഴികളിൽ വെള്ളം നിറയ്ക്കാം. दूसरे राजा 3 अध्याय के 16 से लेके आगे की आयतों में प्रभु इस तरह कहता है, 17 आयत में प्रभु कहता है, तुम्हारे सामने ना तो वायु चलेगी ना वर्षा होगी, तो भी ये नाला पानी से भर जाएगा. हालेलुया. ഞാൻ നിങ്ങൾക്ക് വെള്ളം മാത്രം തരുമെന്നല്ല അവിടെ പറയുന്നത്. താഴ്വര വെള്ളം കൊണ്ട് നിറയും, നിങ്ങളുടെ ദാഹം മാറും, നിങ്ങളുടെ കന്നുകാലികൾ വെള്ളം കുടിക്കും, നിങ്ങളുടെ എല്ലാവരും വെള്ളം കുടിക്കും. എങ്കിലും അതുകൊണ്ട് നിർത്തുകയല്ല. ആമേൻ, സ്തോത്രം. നിങ്ങൾ എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടോ അതും കൂടെ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുക. केवल बारिश ही नहीं होगी, इस तरह प्रभु ने उनसे वादा किया, ये नाला पानी से भर जाएगा, तुम्हारे गाय बैल बच्चों समेत उसे पीने पाओगे, और जो कुछ तुम्हारे लिए प्रभु ने कहा है वो सब तुम्हारे लिए हो जाएगा. हालेलुया. സഹോദരങ്ങളെ, നിന്റെ വ്യക്തിപരമായി നീ പ്രാർത്ഥിച്ചതുകൊണ്ട് നിനക്ക് വേണ്ടി മാത്രമല്ല ദൈവം കരുതുന്നത്, നിന്റെ കുടുംബത്തിനും വേണ്ടി. നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിന്റെ കുടുംബത്തിനും വേണ്ടി ദൈവം കരുതാൻ പോകുക. मैं आपसे कहना चाहता हूँ, आप प्रार्थना कर रहे थे केवल आपके लिए मात्र नहीं, आपने बहुतों के लिए प्रार्थना की, इसलिए आपके और आपके परिवार के लिए भी परमेश्वर बंदोबस्त करने जा रहा है. എഫേസ്യർ 3:20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംബരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവ ശക്തിയാൽ ആമേ സകലവും കഴിയുമെന്ന് അപ്പോസ്തലൻ വിളിച്ചു പറയുകയാണ്. हम यहाँ देखते हैं कि इफिसियों के पत्री 3 के 20 और 21 आयत में इस तरह लिखा है, अब जो ऐसा सामर्थ्य है हमारी विनती और समझ से कहीं अधिक काम कर सकता है, उस सामर्थ्य के साथ जो हमें कार्य करता है. ദൈവം പറയുന്ന കാര്യങ്ങൾ അവിശ്വസിക്കാതെ ഉവ്വ ഉവ്വെന്നും ഇല്ല ഇല്ല എന്നുള്ളത് അതുപോലെ വിശ്വസിക്കാൻ തയ്യാറായിക്കോ. സംശയിക്കണ്ട, എന്റെ ദൈവം നമുക്കായി കരുതാൻ പോകുക. मेरे परमेश्वर ने आपसे जो कुछ कहा है उसने कुछ भी संदेह न करते वैसा का वैसा ही हम विश्वास करें, उस कार्य को करने के लिए परमेश्वर सामर्थ्य है. വിശ്വാസത്തിന്റെ കുഴികൾ വെട്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ആമേൻ സ്വർഗത്തിലെ ദൈവം ആമേൻ അസാധ്യമായ ഇടത്ത് വെള്ളം ഒഴുക്കി കൊടുത്ത് തന്റെ ജനത്തെ പോഷിപ്പിക്കാൻ ദൈവത്തിന് കഴിഞ്ഞു എങ്കിൽ ഇന്ന് രാത്രിയിൽ അസാധ്യതകളെ സാധ്യമാക്കുവാൻ, നിന്റെ കുടുംബത്തിന് വേണ്ടി കരുതുവാൻ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതുവാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ ആമേൻ തയ്യാറായിക്കോ. സംശയിക്കാതെ ദൈവസന്നിധി വിശ്വസിക്കൂ. ദൈവപ്രവൃത്തി കാണാൻ പോകുക. विश्वास के साथ हम गड्ढों को खोदे, हमारे लिए हमारा परमेश्वर जो असाध्य लगता है, असंभव लगता है, हमारे लिए, हमारी पीढ़ियों के लिए, आने वाले दिनों के लिए, हमारे लिए कार्य करने के लिए आज भी प्रभु सामर्थ्य है. आप निश्चित ही विश्वास करें. ഇസ്ഹാക്കിനെ യാഗമർപ്പിപ്പാനായി കടന്നുപോയ അബ്രഹാമിന് വേണ്ടി മോറിയ മലയുടെ നിറകയിൽ ആമേൻ ആട്ടിൻകുട്ടിയെ കരുതുവാൻ ദൈവം മതിയായവനാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ പ്രവർത്തന മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പ ശക്തനായ ദൈവം ഇന്ന് രാത്രി നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരികയാണ്. अब्राहम के लिए मोरिया पहाड़ में बलि करने के लिए एक पेड़ का परमेश्वर ने उपाय किया, वही परमेश्वर आपके लिए, आपके बच्चों के लिए, आपके भविष्य के लिए, आपकी सेवकाई के लिए जो कुछ चाहिए उन कार्यों को करने के लिए आज भी तैयार है, सामर्थ्य है. आप विश्वास करें. സംശയിക്കാതെ ഞാനും മകനും അവിടത്തോളം പോയി ആരാധന കഴിച്ചു മടങ്ങി വരാമെന്ന് അബ്രഹാം പറഞ്ഞെങ്കിൽ അബ്രഹാം തിരിച്ചു വരുന്നത് അബ്രഹാം ഒറ്റയ്ക്കല്ല, ആമേ ഈസഹാക്കുമായിട്ട് തന്നെയാണ് മടങ്ങി വരുന്നത്. എന്റെ ദൈവം ആമേ ദൈവത്തിന്റെ വാക്കിനെ വിശ്വസിക്കാൻ തയ്യാറാകൂ. വിശ്വാസത്തിന്റെ വാക്കുകൾ ഉരുവിടുവാൻ തയ്യാറാകൂ. അത്ഭുതങ്ങൾ നീ കാണാൻ പോകുക.
आप अब्राहम की तरह विश्वास करें, विश्वास के वाक्य को मेरा आप मुझसे बोले। अब्राहम के लिए, इसहाक के लिए जिसने कार्य किया, आज भी मेरे और आपके लिए कार्य करने के सामर्थ्य है। हम उसके वाक्य को हम कहने पर हालेलुया। അബ്രഹാം ഒരു ചെറിയ ചിരിയോടുകൂടി ഇപ്പോൾ മകന്റെ കൈയും പിടിച്ച് താൻ ആ മലയിൽ നിന്ന് ഇറങ്ങി വരികയാ. ബാല്യക്കാർ താഴ്വരയിൽ നിൽപ്പുണ്ട്. എന്തിനാ? അപ്പന്റെയും മകന്റെയും യാഗമർപ്പണം കഴിഞ്ഞ് മടങ്ങി വരുന്നത് കാണാൻ. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, കാത്തിരിക്കുന്നവരെ ലജ്ജിപ്പിക്കാതെ അവർ ഇരുവരും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ മടങ്ങി വരുന്ന കാരണം എന്താണെന്ന് അറിയാമോ? സംശയിക്കാതെ താൻ പറഞ്ഞു, ഞങ്ങൾ അവിടത്തോളം പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. हंसते हुए अब्राहम अपने इकलौते पुत्र इसहाक का हाथ पकड़ कर मोरिया पहाड़ से नीचे की ओर आता है, क्योंकि नीचे दो सेवक इंतजार कर रहे हैं। क्योंकि अब्राहम बोल के गया था, हम नीचे की दंडवत करके लौट कर आएंगे। उस बात की का इंतजार करके देख रहे हैं कि दोनों कब लौट कर आएंगे। प्रभु ने उनके उस बात की को आदर सम्मान करके सब पूरा किया। इसके लिए आप भी विश्वास करें। എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ കഴിയും? എന്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, ഞാൻ സംശയിക്കുന്നില്ല. എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. ആമേ താമസിച്ചാലും ഞാൻ അതിനായി കാത്തിരിക്കുകയാണെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രി പറയാൻ കഴിയും? അവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കാണാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. विश्वास के वाक्य आज हम में से कितने जो आज संदेश सुन रहे बोल सकते हैं? रात के समय विश्वास के वाक्य मेरा बोले अब्राहम की तरह आज भी हमारे लिए कार्य करने के लिए सामर्थ्य है। हम में से कितने आज उसके लिए तैयार है? मैं उसके लिए प्रभु को धन्यवाद करता हूं। हालेलुया। ആശയോടെ വിശ്വസിച്ച് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ സംശയിക്കാതെ കാത്തിരിക്കുന്ന തന്റെ ഭക്തന്മാർക്കു വേണ്ടി എന്റെ ദൈവം വേഗത്തിൽ ഉത്തരമരുളുന്ന ദൈവമാകിയാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. सच्चा के साथ विश्वास करने वालों के लिए, विश्वास में निर्बल न होने वालों के लिए, विश्वास से संदेह न करने वालों के लिए, आज भी जो इंतजार करते हैं उनके लिए प्रभु कार्य करने के लिए तैयार है। इसके लिए मैं प्रभु को धन्यवाद करता हूँ। 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഓർപ്പിപ്പാനിടയായി തീർന്നത്. നാലാമതായി നാം ചിന്തിക്കുന്നു, അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. 20-ാം വാക്യത്തിന്റെ ആ ബി പാർട്ടിൽ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്, സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. चौथी महत्वपूर्ण बात 20वें वाक्य के दूसरे भाग में इसमें लिखा है, वह विश्वास से दृढ़ होके परमेश्वर की महिमा किया। अब्राहम ने ദൈവത്തിന് മഹത്വം കൊടുക്കണം, ശക്തിപ്പെടണം, വിശ്വാസത്തിൽ ശക്തിപ്പെടണം. ആമേൻ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകണം. എന്റെ ദൈവം ആമേൻ ഒരു കാര്യം പറഞ്ഞാൽ അത് സാധിപ്പിച്ചു തരുന്ന ദൈവമാണെന്നുള്ള ആ ഉറച്ച വിശ്വാസം ഉള്ളിൽ അങ്കുരിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ ശക്തിപ്പെടുവാനിടയായി തീരും. विश्वास में दृढ़ बने, परमेश्वर की महिमा करे। जिसने हमसे कहा है वो निश्चित ही हमारे लिए करेगा। उस विश्वास के साथ हम जिए। हालेलुया। യാക്കോബിന്റെ ജീവിതത്തിൽ തന്റെ സഹോദരൻ 400 ആളുകളുമായി തന്നെ എതിരേൽപ്പാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ താൻ ഭ്രമിച്ചുപോയി എന്ന തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. याकूब के जिन्हें हम देखते हैं, उसका भाई एसाव 400 व्यक्तियों के साथ में उससे मिलने के लिए आया है, मिलने के लिए आ रहा है। ये सुन के याकूब जो है डर जाता है, अपने जीवन के अंदर में भय खा जाता है। എന്നാൽ യാക്കോബിനെ ഒന്നറിയാം, എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് ആമേ സ്തോത്രം, എന്റെ അമ്മായപ്പന്റെ ഭവനത്തിൽ നിന്ന് എന്നെ വിടുവിച്ച് കൊണ്ടുവന്ന ദൈവത്തിന് എന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ ദൈവം മതിയായവനാണ് എന്ന് ഉറപ്പ് യാക്കോബിന് ഉണ്ട്. അതിനാൽ താൻ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറായി.
लेकिन हम देखते हैं कि याकूब को उस समय भी विश्वास था, मेरे ससुर के हाथों में से जिसने मुझको छुड़ाया, जिसने मुझसे वादा किया है, आज वो मेरा परमेश्वर मेरे साथ है। ऐसी स्थिति में भी याकूब ने अपने परमेश्वर पे विश्वास किया। തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താൻ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിന്റെ 22 മുതൽ വായിക്കുമ്പോൾ താൻ യാബോക്ക് എന്ന് പറയുന്ന ഒരു കടവിന്റെ അടുക്കൽ വന്ന് തനിക്ക് അക്കരെ കടത്തേണ്ടവേ മുഴുവനും അക്കരെ കടത്തിയിട്ട് താൻ ഒറ്റയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുകയാണ്. हम वहां पे देखते हैं कि उत्पत्ति 32वें अध्याय में सबको पार कराने के बाद में याकूब जो है स्वयं अकेला परमेश्वर की उपस्थिति में जाके बैठता है ताकि परमेश्वर उसके लिए कार्य करे। हालेलुया। അവിടെ രാത്രി മുഴുവനും ദൂതനുമായി മല്ല പിടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഹോശിയ പ്രവാചകൻ വിളിച്ചു പറയുന്നു, അവൻ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ അവൻ വീഴുവാനിടയായി തീർന്നു. हम देखते हैं कि उत्पत्ति 32 अध्याय के अंदर में 22 से लेके आगे के आयतों में वो रात भर दूध के साथ में मलयुद्ध करता रहा। होशे की किताब में लिखा है कि वो प्रार्थना करने के लिए झुकने के लिए तैयार हो गया। തന്റെ സഹോദരനെ കബളിപ്പിച്ച് തന്റെ അപ്പനെ കബളിപ്പിച്ച് കബളിപ്പിക്കാവുന്നിടത്തെല്ലാം കബളിപ്പിച്ച് മുന്നോട്ട് പോയവൻ ഇപ്പോൾ ഇതാ ദൈവസന്നിധി താൻ ഉള്ളത് സമ്മതിക്കാൻ തയ്യാറാവുകയാണ്. हम देखते हैं कि याकूब ने अपने भाई को धोखा दिया, पिता को धोखा दिया, जिन जिनको धोखा दे सकता था सबको धोखा दिया, लेकिन अपने पुराने स्वभाव को छोड़ के प्रभु के सामने घुटने टेकने के लिए याकूब ऐसी अवस्था में तैयार हो जाता है। ഉള്ളത് ദൈവസന്നിധിയിൽ സമ്മതിക്കാൻ ആര് തയ്യാറാകുന്നോ അവർക്ക് വേണ്ടി അവനെ ശക്തീകരിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിലും വ്യാപരിക്കുന്നു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. अपने मन के अंदर में जो विश्वास करते संदेह नहीं करते उनके लिए आज भी कार्य करने के लिए परमेश्वर तैयार है। हम में से जितने विश्वास करते हैं उनके लिए प्रभु को धन्यवाद करता हूँ। കർത്താവെ, തെറ്റിപ്പോയി, ഞാൻ പരാജയപ്പെട്ടു പോയി, എന്റെ ജീവിതത്തിൽ ഇന്ന കുറുവശങ്ങൾ വന്നുപോയി, ഞാൻ ഇന്ന ആളാണ് എന്ന് ഉള്ളത് ദൈവസന്നിധി ഉള്ളതുപോലെ സമ്മതിക്കാൻ തയ്യാറാകുന്ന ഭക്തനുണ്ടോ? നിനക്ക് വേണ്ടി ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കാൻ പോകുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. मैं आपसे कहना चाहता हूँ जो आपकी स्थिति है उसी स्थिति को प्रभु से कहे, प्रभु मुझसे गलती हो गई, प्रभु मैं पराजित हो गया, लेकिन मैं ऐसी अवस्था में आपके पास आता हूँ। अपने जीवन की स्थिति का अगर आज बोलने के लिए तैयार है तो शत्रु को तुम्हारे पांव से लेकर चलने के लिए, पराजित करने के लिए आज भी प्रभु तुम्हारे साथ है। ഉഷസ്തുതിക്കാറായപ്പോൾ ദൂതൻ പറയുകയാ, നീ എന്നെ ഒന്ന് വിട്, ഞാൻ പോകട്ടെ. ഉഷസ്തുതിക്കാറായല്ലോ എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് പറയുന്ന ഒരു വാക്കുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. കാരണം നീ എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഇനി എനിക്കൊരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ആകില്ല. അതുപോലെ ഞാനൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുകയാണ്. वो दूत याकूब से कहता है, याकूब बोर होने वाली से मुझे छोड़ दे। याकूब कहता नहीं, जब तक तू मुझे आशीर्वाद ना दे मैं तुझे जाने नहीं दूंगा, क्योंकि मैं ऐसी स्थिति में पड़ा हुआ हूँ। जब तक तू आशीर्वाद ना दे मैं तुझे नहीं छोड़ सकता। ദൈവത്തിന്റെ വിടുതൽ അവിടെ ഇറങ്ങി വരികയാണ്. നമുക്ക് കാണാൻ കഴിയുന്നു, നശിപ്പിക്കുവാനായി വരുന്ന സഹോദരൻ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്യുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. परमेश्वर का छुटकारा वह प्रकट होता है। ऐसा जो एक विरोधी के रूप में आता है, लेकिन याकूब के साथ बड़े प्रेम के साथ व्यवहार करता मिलता है। प्रभु याकूब की स्थिति को बदल देता है। എന്റെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ് എന്ന് വിശ്വസിക്കാൻ ഇന്ന് രാത്രി തയ്യാറാകട്ടെ.
എന്റെ ദൈവം ആമേ സ്തോത്രം, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങൾ, നന്മകൾ ആമേ നിന്റെ ജീവിതത്തിൽ നൽകി തന്ന് നിന്നെ അനുഗ്രഹിപ്പാൻ ഈ ദൈവം മതിയായ ദൈവമാണ്. मेरा परमेश्वर आज भी शून्य अवस्था में कुछ उत्पन्न करने के लिए तैयार है। तुम्हारे लिए आज भी अद्भुत कार्य करने के लिए तैयार है। मेरा परमेश्वर तुम्हारे लिए आज भी आश्चर्य कर्म करेगा। आप विश्वास करें। പഴയ നിയമത്തിൽ ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. हबक्कुक की किताब 2 अध्याय के 3 आयत में आगे की आयत में इस तरह लिखा है, क्योंकि दर्शन की बात नियत समय में पूरी होगी, इसके पूरे होने का समय देखते आता है, इसमें धोखा ना होगा, चाहे इसमें विलंब हो तो भी उसकी बात जोते रहना, क्योंकि वो निश्चय पूरी होगी, उससे देर ना होगा. ദർശനം തന്നത് ദൈവമാണെങ്കിൽ, ദൈവമാണ് നിന്നോട് സംസാരിച്ചതെങ്കിൽ, ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിനായി ഞാൻ വിളിച്ചു പറയുന്നു, എന്റെ ദൈവത്തിന് വാക്ക് മാറ്റില്ല, എന്റെ ദൈവം ദർശനം മാറ്റിക്കൊണ്ടു പോകില്ല, അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നാളുകൾ എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും, അവൻ ദിവസം അതിന് ദൈർഘ്യം എത്ര വർദ്ധിച്ചെന്ന് പറഞ്ഞാലും നീ ഭാരപ്പെടണ്ട, എന്റെ ദൈവം ഇന്ന് രാത്രി പ്രവർത്തനത്തിനായി ഇറങ്ങി വരികയാ. अगर आपको कहना चाहता हो, वो अपने बातों को कभी भी इनकार नहीं करेगा, वो निश्चित ही पूरा होगा। हो सकता है कि उससे आज देर हो रहा हो, आप विश्वास करें, प्रभु ने आपको दर्शन दिया है, वो पूरा जरूर करेगा. വാഗ്ദാനം നിറവേറ്റാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളവരായി ഇന്ന് രാത്രിയിൽ ദൈവം നമ്മെ തീർക്കട്ടെ. आज की रात परमेश्वर उसके लिए हमें तैयार करे, परमेश्वर अंत में हमारे लिए पूरा करेगा, वो विश्वास करे. हालेलुया. വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർപ്പാൻ എന്റെ യേശു വേഗത്തിൽ വരാൻ പോകുകയാണ്. विश्वास के साथ इंतजार कर रहे मेरा परमेश्वर आएगा, उनके लिए प्रभु निश्चित ही आने वाला है. हालेलुया. ആശയോടെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ഇവിടെ കയറി വരുവീൻ എന്ന് പറയുന്ന അരുമനാഥന്റെ ശബ്ദം വാരവിരവിൽ മുഴങ്ങാൻ പോകുകയാ. അതിനായി ഇന്ന് രാത്രി നമുക്കൊന്ന് ഒരുങ്ങാം. आशा के साथ विश्वास के साथ इंतजार कर रहे, मेरा मसीह आएगा, तुर्की मची जाएगी, उसके शब्दों को मैं सुनूंगा, उसके एहसास उठा लिया जाऊंगा. ऐसे विश्वास करने वालों के लिए मैं प्रभु को धन्यवाद करता हूँ. നമ്മുടെ കഷ്ടതയില്ലാത്ത, വേദനയില്ലാത്ത, ഒന്നുകൂടെ ഞാൻ കടത്തി പറയട്ടെ, കോവിഡ് ഇല്ലാത്ത, ആമേ ഈ പാൻഡമിക് ഇല്ലാത്ത, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ഒരു നല്ല രാജ്യം വേഗത്തിൽ ആഗമമാകാൻ പോകുകയാ. അതിനായിട്ട് ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മെ തന്നെ ദൈവസ്ഥലിൽ സമർപ്പിക്കാം. आज की रात हम अपने आप को प्रभु के हाथों में समर्पित करें. एक ऐसे राज्य में हम पहुंचने वाले हैं जब दुख नहीं, कष्ट नहीं, उससे बढ़कर आज जो कोविड हम देख रहे वो भी वहां नहीं है. आप जो विश्वास करते हैं, इंतजार कर रहे हैं, उनके लिए मैं प्रभु को धन्यवाद करता हूँ. എന്റെ യേശു വേഗത്തിൽ വരും. ആ കർത്താവിനെ എതിരേൽപ്പാൻ വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. प्रभु शीघ्र आने वाला है, ऐसा जो इंतजार कर रहे उससे मिलन करने के लिए प्रभु उन सबको आशीष करे. इंतजार करे, उनके लिए आशीष करे. इन वचनों के द्वारा प्रभु आप सबको आशीषित करे. എന്നെ ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിനായി ക്ഷണിച്ച പ്രിയ സണ്ണി പാസ്റ്റർ രാജസ്ഥാനോടുള്ള നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. അതേപോലെ തന്നെ മൊഴിമാറ്റം ആമേൻ നടത്തിയ പാസ്റ്റർ ബിജു ദാനിയലിനോടുള്ള നന്ദിയെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു. मुझे इस मीटिंग में आमंत्रण दिए परमेश्वर के आदरणीय दास सनी पास्टर के लिए धन्यवाद करता हूँ. मेरे संदेश को अनुवाद किए प्रभु दास
रिजो डानियल के लिए भी प्रभु मैं धन्यवाद करता हूँ। ഈ ദൈവവചനം കേട്ട ആരും നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയിൽ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങി വിശ്വാസത്തോടെ കാത്തിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. संदेश सुनो में से कोई भी नशा सब प्रभु यीशु मसीह के दूसरे आंगन में उससे मिलने के लिए पहुंच जाए। इन सब के लिए मैं आज प्रभु को धन्यवाद करता। प्रभु आप सबको आशीषित कर। ആമേൻ. കർത്താവ് എല്ലാവരെയും आमीन। അനുഗ്രഹിക്കട്ടെ. सबको Thank you. धन्यवाद।